പറയൂ, എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കിത് പറയാനുള്ളതെന്നാണ് ഈ പറയുന്ന നമ്മുടെ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത്, നമ്മുടെ അല്ല ഈ പറയുന്ന ചാണകങ്ങളുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആ ചാണകം തീനികൾ അതിനെല്ലാം അനുകൂലിച്ചുകൊണ്ട് തന്നെയും ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവ് ഇതൊക്കെ നന്ദിയുണ്ട് മോദിജി ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു കമന്റുകൾ ഇടുകയും ഫോട്ടോ ഇടുകയും പോസ്റ്റ് ഇടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയങ്ങളിൽ ഈ സംഭവത്തെ പറ്റി ചോദിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വ്യത്യസ്തമായിട്ടൊരു കഥയുണ്ട്. അതായത് സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ ആ ഒരു അഭിനയവും ആ ഒരു കഥയും കൂടി നമുക്ക് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് സംസ്ഥാനത്തെ BJPയുടെ നിലപാട്? അല്ല, നോക്കൂ, ഇത് ഒരു പ്രത്യേക ഒരു പ്രശ്നമാണ്. കാരണം ഒരു ബാങ്കിൻ്റെ വായ്പ സെൻട്രൽ ഗവൺമെൻറ്